വളരെ സന്തോഷത്തോടെ വിനോദയാത്ര പോയവരാണ് അവർ. ആ സന്തോഷം അവരുടെ സഹ അധ്യാപകരോടൊപ്പം സഹപ്രവർത്തകരോടുമൊക്കെയായി പങ്കുവെക്കുകയും ചെയ്തതാണ്. അതിനിടെയാണ് ഇങ്ങനൊരു അപകടമുണ്ടായത്. ഷാരിഖ് നവാസ് കൂടി ചേരുകയാണ്. ഷാരിഖ്, വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ഈ ആംബുലൻസുകൾ? എപ്പോഴായിരിക്കും അവർ പാങ്ങിലെത്തിച്ചേരുക? പ്രവിത, ഈ വിലാപയാത്രക്കൊപ്പം നമ്മളും യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഇത് മുണ്ടൂർ കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് ദേശീയപാതയിലേക്ക് ഇത് കയറി. അതായത് ഇനി ഏകദേശം 1 മണിക്കൂറിനകം നമുക്ക് അതായത് ഈ വിലാപയാത്ര മലപ്പുറം പെരിന്തൽമണ്ണയിലെ പാങ്ങിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നേരത്തെ വാഹനങ്ങളുടെ തിരക്ക് കുറവായതിനാൽ ആംബുലൻസുകൾക്ക് വേഗത കൂടുതലായിരുന്നു. ഇപ്പോൾ 8 മണി കഴിഞ്ഞതിനാൽ റോഡിൽ വാഹനത്തിരക്ക് ഏറി. അതിനാൽ ഇപ്പോൾ ആംബുലൻസിന്റെ വേഗത അല്പം കുറച്ചിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് മുന്നിലും, അതായത് 9 ആംബുലൻസുകൾക്ക് മുന്നിലും പിന്നിലുമായി പോലീസ് അകമ്പടിയുണ്ട്. അതുപോലെ തന്നെ സബ് കളക്ടറിന്റെ വാഹനം അനുഗമിക്കുന്നുണ്ട്. മറ്റു പഞ്ചായത്ത് അധികൃതരുടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ വാഹന വ്യൂഹത്തിൽ പിന്നിലായിട്ടുണ്ട്. ഈ വിലാപയാത്രക്കൊപ്പം അവരും ചേരുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ ആംബുലൻസുകളിലാണ് 9 മൃതദേഹങ്ങളും അവരുടെ സ്വന്തം നാടായ പാങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരുമിച്ച് പോയവർ ഇന്ന് 9 ആംബുലൻസിൽ ചേതനയേറ്റ ശരീരവുമായി അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. അത്തരത്തിലുള്ള വലിയൊരു സങ്കടകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ അപകട വാർത്തയ്ക്കൊപ്പം ഞാൻ തുടരുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയൊരു സങ്കടം നിറഞ്ഞ കാഴ്ചകളാണ് ആശുപത്രിക്ക് മുന്നിൽ ഉൾപ്പെടെ കണ്ടത്. അവരുടെ ബന്ധുക്കൾ എത്തുമ്പോഴും അതുപോലെ തന്നെ അതിന് പിന്നീട് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴുൾപ്പെടെ അവരുടെ ഉറ്റ ബന്ധുക്കൾ, അതുപോലെ തന്നെ അവരുടെ മകൻ, സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ണീർ കാഴ്ചകളാണ് ഇന്നലെ മുഴുവൻ കണ്ടത്. ഇന്നലെ വലിയ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ അവധിക്കാലത്ത് ഒരു മാനസിക ഉല്ലാസത്തിനായാണ് അവർ വാൾപ്പാറയിലെത്തിയത്. വാൾപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് പൊള്ളാച്ചി വഴി തിരികെ അവരുടെ സ്വന്തം നാടായ മലപ്പുറത്തേക്ക് മടങ്ങാനിരിക്കുകയാണ്. അവരെ വഴിയിൽ വെച്ച് വലിയൊരു അപകടം, ജീവൻ ഉൾപ്പെടെ 9 പേരുടെ ജീവൻ ഉൾപ്പെടെ കവർന്നെടുക്കാൻ കാരണമായത്. അതിൽ 4 പേർ ഇപ്പോഴും പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ ഇപ്പോൾ കിംസ് ആശുപത്രിയിലും, അതായത് കോട്ടക്കലിലുള്ള കിംസ് ആശുപത്രിയിൽ ഒരു 11 വയസ്സുള്ള മസ്നീൻ എന്ന പെൺകുട്ടിയും ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 3 പേരുടെ സ്ഥിതി അതീവ ഗുരുതരം തന്നെയാണ്. ഈ മസ്നീൻ എന്ന് പറയുന്ന പെൺകുട്ടി മാത്രമാണ് അപകടനില തരണം ചെയ്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ആ കുട്ടിക്ക് ബോധം വന്നിരുന്നു. അവർ ഇവിടെ നിന്ന് വന്ന ജനപ്രതിനിധികളുമായി ആ കുട്ടി സംസാരിച്ചിരുന്നു. അത്തരത്തിൽ ആ കുട്ടി മാത്രമാണ് ഇപ്പോഴും പൂർണ്ണമായി അപകടനില തരണം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 3 പേർക്കും അതീവ ഗുരുതരമായി തന്നെ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. വലിയൊരു ആഘാതത്തിലാണ് ഈ വാൾപ്പാറയിലെ 13ാം ഹെയർപിൻ വളവിൽ ഈ കൈവരികൾ ഇടിച്ച് തകർത്ത് ഈ ടെമ്പോ ട്രാവലർ താഴേക്ക് പതിച്ചത്. ഏകദേശം 400 അടിയോളം താഴേക്ക് പതിച്ചു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ച വിവരം. ആ ഒരു വീഴ്ചയിലാണ് ഇത്തരം 9 പേരുടെ ജീവൻ ഉൾപ്പെടെ എടുക്കാനുണ്ടായ ഒരു അപകടം കാരണമായത്. അത്തരത്തിൽ ബാക്കി 4 പേർക്ക് പരിക്കേൽക്കാനും വലിയ ഗുരുതരമായി പരിക്കേൽക്കാനും ഉണ്ടായ ഒരു വലിയ അപകടം തന്നെയാണ് ഈ വാൾപ്പാറയിലെ 13ാം ഹെയർപിൻ വളവിൽ വെച്ചുണ്ടായത്. 5:30 മണിയോ ഇന്നലെ വൈകിട്ട് 5:30 മണി. ഷാരിഖ് പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ആകെ നടുക്കിയ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. വാൾപ്പാറയിൽ വൈകിട്ട് 5:30 ഉണ്ടായ അപകടം. ആ അപകടത്തിൽ വിനോദസഞ്ചാരത്തിന് പോയ മലയാളി സംഘമാണ് ആ അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 13 പേർ, അതിൽ 9 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ആ അപകടത്തിൽ. അവരൊക്കെ തന്നെ പാങ് എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ അധ്യാപകരാണ്. അതിൽ ഭൂരിപക്ഷം പേരും മരിച്ച ആളുകൾ, അവരുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ പാങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി. ആ വിലാപയാത്രയ്ക്കൊപ്പമാണ് ഞങ്ങളുടെ പ്രതിനിധി ഷാരിഖ് നവാസ് ഉണ്ടായിരുന്നത്. ഷാരിഖ് ആ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നമുക്ക് അധികം വൈകാതെ ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ മൃതദേഹങ്ങൾ പാങ്ങിലെത്തിക്കും. 9 മണിക്കാണ് അമ്പലപ്പറമ്പ് സ്കൂളിൽ ഈ പൊതുദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.